ദക്ഷിണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ആംഹോളിൻ്റെ റൗണ്ട് നമ്മളനുസരിച്ച് പെർഫെക്റ്റായിട്ട് എങ്ങനെ ഒരു സ്ലീവ് കട്ട് ചെയ്യുക എന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവർ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. അപ്പം നമ്മളിവിടെ എടുത്തിരിക്കുന്ന ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അതിന് 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ അടിക്കാനായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് അവിടെ നിന്ന് ആംഹോളിൻ്റെ ലെങ്ത് നമ്മൾ മാർക്ക് ചെയ്തേക്കുന്നത് 6.5 ഇഞ്ചാണ്. ആംഹോളിൻ്റെ ലെങ്ത് മാർക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ ചെസ്റ്റിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അതിൻ്റെ 4/1 എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പോട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ആംഹോൾ കർവ് വെച്ചിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആംഹോളൊന്ന് മാർക്ക് ചെയ്യണം. എന്നിട്ട് ഈ ആംഹോൾ മാർക്ക് ചെയ്യുന്ന വീഡിയോ കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കാണണേ. അപ്പോൾ നമുക്കിതിൻ്റെ ആംഹോളൊന്ന് മെഷർ ചെയ്യണം. എന്നിട്ട് വേണം സ്ലീവ് കട്ട് ചെയ്യാൻ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് മെഷർ ചെയ്യാം. ഇപ്പം ഞാൻ വീഡിയോ കാണിക്കുന്ന പോലെ 1/2 ഇഞ്ച് നമ്മൾ ആ ലൈനിൻ്റെ പുറത്തേക്ക് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ ഷോൾഡറിൻ്റെ ആ ലൈന് അടിച്ച് മറിക്കുന്ന 1/2 ഇഞ്ചിൻ്റെ ആ ലൈൻ വിട്ടിട്ട് വേണം നമ്മളങ്ങനെ മാർക്ക് ചെയ്യാൻ. അത് ചെസ്റ്റിൻ്റെ ലൈൻ വരെ മാർക്ക് ചെയ്യാൻ ആവും. എന്നിട്ട് ഇപ്പം നമ്മൾ വരച്ച ആ വരയിൽ കൂടെ നമ്മളൊന്ന് അളക്കുക. അളന്ന് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് കിട്ടുന്നത് 9.5 ഇഞ്ചാണ്. ഇനി എന്നിട്ട് അത് മനസ്സിലിരിക്കണം. ഇനി എന്നിട്ട് നമ്മൾ അടുത്ത ഒന്നുകൂടെ മാർക്ക് ചെയ്യുന്നത്, ഇനി ഇത് നമ്മൾ ഷോൾഡർ മാറ്റിയിട്ടല്ലേ അളന്നേ. ഇനി ഷോൾഡറിൻ്റെ ആ ലൈൻ ഉൾപ്പെടെ നമുക്കൊന്ന് അളക്കാം. 1/2 ഇഞ്ച് നമ്മൾ മുകളിൽ വിട്ടില്ലേ, അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് ആദ്യം വരച്ച ലൈനിൽ കൂടി നമുക്ക് കറക്റ്റായിട്ടൊന്ന് അളന്ന് നോക്കുമ്പോഴും 9.5 ഇഞ്ചാണ് നമുക്ക് കിട്ടുന്നത്. അപ്പം ഇതിലേത് രീതി വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യുന്നത് ഷോൾഡറിൻ്റെ ആ ലൈൻ ഉൾപ്പെടെ നമ്മൾ 1/2 ഇഞ്ച് വിട്ടില്ലേ ഷോൾഡർ അടിക്കാൻ, അത് ഉൾപ്പെടെ അളന്നിട്ട് ആ ലൈന് ആംഹോളിൻ്റെ ആ ലൈന് കറക്റ്റ് ഞാൻ എടുക്കുകയാണ് എന്നും ചെയ്യുന്നത്. അതാണ് എനിക്ക് ഇത്തിരിയും കൂടി ഈസി. അപ്പോൾ 9.5 ഇഞ്ചാണ് നമുക്കങ്ങനെ ആംഹോൾ നമ്മൾ കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തപ്പം നമുക്ക് ആംഹോൾ മെഷർ ചെയ്തപ്പോൾ കിട്ടിയത്. അപ്പോൾ ഈ 9.5 ഇഞ്ച് ഒന്ന് ഓർത്തിരിക്കണം. ഇനി എന്നിട്ട് നമ്മൾ ഈ 9.5 ഇഞ്ച് വെച്ചിട്ട് സ്ലീവ് ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കണം. അപ്പം സ്ലീവിനായിട്ട് ഞാൻ ഈ തുണി എടുത്തിട്ടുണ്ട്. ഇത് 4ആയിട്ട് മടക്കിയ തുണിയാണ്. അപ്പം മേളിൽ 1/2 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ലൈനായിട്ടങ്ങ് വരയ്ക്കണം. അപ്പോൾ അത് 1/2 ഇഞ്ചിൽ ഞാനൊരു ലൈൻ വരച്ചിട്ടുണ്ട്. താഴ്ഭാഗത്ത് 1 ഇഞ്ചാണ് ഞാൻ മാർക്ക് ചെയ്യുന്നത്. ഇവിടുത്തെ സ്ലീവിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്ന എന്തിനാണെന്ന് വെച്ചാൽ താഴ്ഭാഗം നമുക്ക് മടക്കി അടിക്കാനാണ്. 1/2 ഇഞ്ച് വെച്ച് മടക്കി അടിക്കാനാണ് നമ്മൾ താഴ്വശത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഇനി എന്നിട്ട് നമ്മൾ സ്ലീവ് ഫോൾഡ് ചെയ്ത ആ ഭാഗത്ത് നമുക്ക് കിട്ടിയ റൗണ്ട് എത്ര, 9.5 ഇഞ്ചല്ലേ, അത് നമുക്കൊന്ന് മാർക്ക് ചെയ്യണം. അങ്ങനെ ഞാൻ 9.5 ഇഞ്ച് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് എടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് നമുക്ക് താഴേക്ക് നമുക്ക് ആംഹോളിൻ്റെ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്യാൻ വേണ്ടി അതിനൊരു ലൈൻ വരയ്ക്കണം. അപ്പോൾ ആ ലൈൻ എന്ന് പറയുന്നത് നമ്മുടെ ചെസ്റ്റ് എന്ന് പറയുന്നത് 40 ഇഞ്ചാണ്. അപ്പോൾ അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഏത് ചെസ്റ്റ് ആണെങ്കിലും അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണം. അപ്പോൾ എനിക്കിവിടെ കിട്ടിയത് 3.3 ആണ്. അപ്പം ഞാനിത് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത ലൈനിൽ നിന്ന് താഴേക്ക് 3.3 ഞാനിങ്ങനെ മാർക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊരു ലൈനായിട്ട് വരച്ചിട്ട് അവിടെയും നമ്മുടെ ആംഹോൾ നമ്മൾ മെഷർ ചെയ്യപ്പോൾ കിട്ടിയ 9.5 ഇഞ്ച് നമ്മൾ അവിടെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണേ.
എന്നിട്ട് ആ സ്ലീവ് ഫോൾഡ് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ 1.5 ഇഞ്ച് എന്തിനാണ് മാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആ സ്ലീവിൽ ആ നടുഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ പൊങ്ങിയൊന്നും പോകാതിരിക്കാൻ വേണ്ടിയാണ്. എന്നിട്ട് നമ്മൾ ആ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു നിന്ന് നമ്മൾ 3.3 മാർക്ക് ചെയ്ത ആ ലൈനിലേക്ക് 9.5 ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ, ആ ലൈനിലേക്ക് നമുക്ക് ക്രോസ് ആയിട്ടൊരു ലൈൻ വരയ്ക്കണം. എന്നിട്ട് അതിൻ്റെ ഹാഫ് എടുക്കണം. ഇതിപ്പോൾ 8.5 ഇഞ്ചാണ്, അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 4.25 ഇഞ്ചാണ്. അതപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എന്നിട്ട് നമ്മൾ ഈ 1.5 ഇഞ്ച് മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമ്മൾ സീം അലവൻസ് ഉൾപ്പെടെയാണ് ഞാനിപ്പോൾ മാർക്ക് ചെയ്യുന്നത്. ആ നമ്മൾ പകുതി മാർക്ക് ചെയ്തതിൻ്റെ ആ ഭാഗത്തേക്ക് വളച്ച് നമ്മളൊന്ന് ഷേപ്പ് ചെയ്തൊന്ന് കൊടുക്കണം. അങ്ങനെ നമ്മൾ സ്ലീവിൻ്റെ ആ ഷേപ്പ് ഒന്ന് മാർക്ക് ചെയ്തൊന്ന് കൊടുക്കുവാണേ. എന്നിട്ട് കറക്റ്റ് നമുക്ക് ആ റൗണ്ട് ഒന്ന് മെഷർ ചെയ്യണം. കറക്റ്റ് നമുക്ക് ആ 9.5 ഇഞ്ച് നമ്മൾ ടേപ്പ് വെച്ചൊന്ന് നമ്മൾ ആ വരച്ചില്ലേ ഷേപ്പ് വരച്ചെടുത്തു നിന്ന് കറക്റ്റ് നമ്മൾ ഇതേപോലെ ആ ടേപ്പ് വെച്ച് വളച്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് കറക്റ്റ് 9.5 ഇഞ്ച് നമുക്ക് എവിടെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പം ഞാൻ കണ്ടു ആ ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ 9.5 മാർക്ക് ചെയ്തതിൻ്റെ അവിടെ നിന്ന് നമുക്ക് തയ്യൽ തുമ്പ് എത്രയാണെന്ന് വെച്ചാൽ ഞാൻ 2 ഇഞ്ചാണ് മാർക്ക് ചെയ്തേക്കുന്നത്. അതും ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ആ ലൈനിൽ നിന്ന് താഴേക്ക് നമ്മൾ 5 ഇഞ്ച് മാർക്ക് ചെയ്യണം. ഈ 5 ഇഞ്ച് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൈയുടെ മസിലിൻ്റെ വണ്ണമാണ്. അപ്പം എൻ്റെ കൈയുടെ മസിലിൻ്റെ വണ്ണം എന്ന് പറയുന്നത് 14.5 ഇഞ്ചാണ്. അപ്പം കൈയുടെ മസിലിൻ്റെ വണ്ണം കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്താൽ നമ്മുടെ സ്ലീവ് നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ മസിലിൻ്റെ വണ്ണം എന്ന് പറഞ്ഞാൽ 14.5 ഇഞ്ചാണ്. നമ്മൾ റൗണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഹാഫ് അല്ലേ നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് കിട്ടുന്നത് 7.25 7.25 നമുക്കിത് ബോഡിയിൽ നിന്ന് എടുത്തതായതുകൊണ്ട് ഒരു ലൂസും കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ 1/2 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് ഞാൻ 7.25 മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ 7.25 മാർക്ക് ചെയ്തപ്പോൾ കണ്ടോ സ്ലീവിൻ്റെ ആ കറക്റ്റ് നമ്മൾ ആ 9.5 മാർക്ക് ചെയ്തതിൻ്റെ ആ ഭാഗത്ത് തന്നെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി. ഇനി താഴ്ഭാഗത്ത് എത്രയാണോ നമ്മുടെ വണ്ണം എന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യണം. എൻ്റെ അവിടുത്തെ വണ്ണം എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. ഞാനത് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി എന്നിട്ട് മേളിൽ നമ്മൾ 2 ഇഞ്ച് സീം അലവൻസ് ആഡ് ചെയ്ത പോലെ ആ മസിലിൻ്റെ വണ്ണത്തിൻ്റെ ഭാഗത്തും താഴ്ഭാഗത്തും നമ്മൾ സീം അലവൻസ് 2 ഇഞ്ച് ആഡ് ചെയ്യുക. 2 ഇഞ്ച് തന്നെ ആഡ് ചെയ്യണമെന്നില്ല, 1 ഇഞ്ച് 1.5 ഇഞ്ച് ആഡ് ചെയ്താലും മതി. എന്നിട്ട് നമ്മളിതെല്ലാം കൂടെ തമ്മിലൊന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കണം. കണ്ടോ കറക്റ്റ് ജോയിൻ ചെയ്ത് വരയ്ക്കുമ്പം നമ്മുടെ ആ വര കണ്ടോ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ പെർഫെക്റ്റായിട്ട് സ്ലീവിൻ്റെ അവിടെ നമുക്ക് ഒട്ടും ചുളിവില്ലാതെയും അതേപോലെ കറക്റ്റ് ഫിറ്റായിട്ട് നമുക്ക് സ്ലീവ് കിട്ടുന്നതായിരിക്കും. അപ്പം ഞാനിങ്ങനെയാണ് സ്ലീവ് കട്ട് ചെയ്യുന്നത്. ഇനി എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ഇനി എന്നിട്ട് നമ്മൾ ഈ വരച്ച പോലെ നമുക്ക് കട്ട് ചെയ്യണം. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ മേളിൽ 1/2 ഇഞ്ച് കട്ട് മാർക്ക് ലൈൻ വിട്ടല്ലോ, 1/2 ഇഞ്ച് നമ്മൾ അടിച്ച് മറിക്കാൻ വിട്ടെടുത്തൂടെ നമ്മൾ വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ആ സീം അലവൻസും കട്ട് ചെയ്തു. ഇനി എന്നിട്ട് താഴ്ഭാഗത്തെ വണ്ണവും കൂടെ നമ്മൾ കട്ട് ചെയ്യും. താഴെ നിന്ന് മുകളിലേക്കും നമ്മളങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അങ്ങനെ നമുക്ക് കറക്റ്റായിട്ട് സ്ലീവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം. ഇനി എന്നിട്ട് നമുക്ക് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. സെൻറ്റർ ആണെന്ന് അറിയാൻ വേണ്ടി അവിടെ ഒരു കട്ടിങ് കൂടെ കൊടുക്കണേ. ഇനി എന്നിട്ട് നമ്മളിനി ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ 2 ഇഞ്ച് തയ്യൽ തുമ്പ് വരുന്ന ഭാഗം. ഇനി എന്നിട്ട് നമ്മളിതൊന്ന് കുഴിച്ചൊന്ന് കട്ട് ചെയ്യണം. ഒരു 1/4 ഇഞ്ചിനെക്കാട്ടിലും ഇച്ചിരി കൂടി നമ്മളൊന്ന് കുഴിച്ച് കട്ട് ചെയ്യാളെ. ആദ്യം നമ്മൾ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ച് നമ്മൾ കട്ട് ചെയ്യേണ്ട, ഒരു 1/4 ഇഞ്ചും ഒരു ഇച്ചിരി കൂടെയും കൂടെ വെച്ച് നമ്മൾ ആ സെൻറ്റർ വരെ കട്ട് ചെയ്യാതെ അതിന് മുമ്പിൽ നമ്മളൊന്ന് കട്ട് ചെയ്ത് മാറ്റണേ. അത്രയും മതിയാവും. ഇല്ലെങ്കിൽ 1/4 ഇഞ്ച് ആയാലും മതിയേ. ഇനി എന്നിട്ടത് ഫ്രണ്ടാണെന്ന് അറിയാൻ വേണ്ടി ഒരു കട്ടിങ് കൂടെ കൊടുക്കണേ.
അപ്പം നമ്മുടെ സ്ലീവ് റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ സ്ലീവ് കറക്റ്റായിട്ട് കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ദക്ഷിണ ഡിസൈൻസ് എന്ന പേജ് ഫോളോ ചെയ്യാനും കൂടെ മറക്കല്ലേ. അപ്പോൾ താങ്ക് യു.